ഉണ്ടല്ലോ അയൽക്കാര്. വേണമെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടാം, അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. കള്ളുകൂടി അടിപിടിയായിട്ട് നടക്കുന്നവരെന്ത് പോലീസ്? വെറുതെ വാശി കൂട്ടാന്നല്ലാണ്ട്. എന്നാ പിന്നെ മിണ്ടാണ്ട് ഇറങ്ങി കൊടുക്കുക, ഉപദ്രവം ഉണ്ടാവില്ലോ. എന്നിട്ടൊരു വീട് വാടകയ്ക്ക് എടുക്കുക. ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ, ഉദ്യോഗസ്ഥ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കൊടുക്കില്ല. മുത്തശ്ശിക്കും കൂടി അവകാശപ്പെട്ടതാ വീട്. മുത്തശ്ശിക്ക് അവകാശമുണ്ട്, പക്ഷേ നിയമപരമായിട്ട് ഇപ്പോഴും അവന്റെ അമ്മ തന്നെയാ നിങ്ങളുടെ അച്ഛന്റെ ഭാര്യ. കോടതിയുടെ മുമ്പിൽ നിങ്ങളെ വെപ്പാട്ടിയുടെ മക്കളാ. ഇങ്ങനെ കണ്ണ് ചോരിയില്ലാണ്ട വർത്തമാനം പറയരുത് അച്ഛതാ. ഒന്നുമില്ലെങ്കിൽ നീ അവരുടെ അമ്മാമിയല്ലേ? അമ്മാമ അങ്ങനെ ഒരു വിചാരമുണ്ടോ വിറ്റോളക്ക്? അഹങ്കാരല്ലേ അഹങ്കാരം. അങ്ങനല്ലേ വരൂ, അച്ഛന്റെ മക്കളല്ലേ. പുച്ഛായിരുന്നു പുച്ഛം. ഞാൻ പിശുക്കനാണ്, അരസികനാണ്, വലിയ കലാകാരനല്ലേ. മദ്രാശിയിൽ ഡാൻസ് പഠിക്കാൻ പോയ പെണ്ണിനെ വശീകരിച്ചെടുത്തതാ സംഗീതം പാട്ടെന്നൊക്കെ പറഞ്ഞ്. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെങ്ങളായിട്ട്. അറിയോ സുകുമാരന്? അതൊക്കെ പഴയ കഥകളല്ലേ, അവര് മരിച്ചും പോയി. പഴയ കഥയ്ക്ക് പുതിയ പതിപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. കണ്ടില്ലേ ഒരുത്തി കോളേജിൽ നിന്ന് ഒരുത്തന്റെ കൂടെ പ്രേമിച്ചോടിപ്പോയി. അമ്മയുടെ പാരമ്പര്യം. അതിന്റെ പേരിൽ നാണക്കേടിന്റെ പങ്ക് അച്ചുവന്നായിരുന്നു. മതി വിസ്തരിച്ചത്. നാണക്കേടൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. ആരും സഹായം ചോദിച്ചാൽ നിങ്ങൾ വരണില്ല. ആ പേരിൽ കാശ് ചെലവെന്ന് പേടിക്കേണ്ട അച്ചുവന്നായര്. വരണ്ട വരണ്ടെന്ന് 1000 പ്രാവശ്യം പറഞ്ഞല്ലേ മുത്തശ്ശിയോട്. ഇപ്പൊ തൃപ്തിയായില്ലേ? ഇറങ്ങിട്ടോ അങ്ങട്. രാംദാസ് വക്കീൽ പറഞ്ഞു അച്ചുവേട്ടൻ അതുവരെ ഒന്ന് ചെന്നാൽ അവന്റെ വക്കീലിനെ കണ്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു നോക്കാന്ന്. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ കൂടി വന്നത്. ചെല്ലാം, ഒത്തുതീർപ്പാക്കാം. എല്ലാം കഴിഞ്ഞ് അയാളുടെ ആളെ ഇങ്ങട് വിടും. വീടും പറമ്പും വിറ്റ് വക്കീൽ ഫീസ് ഇയാൾ കൊടുക്കൂ. രാമദാസ് വക്കീൽ തന്നെ വേണല്ലോ. ആരൂരിയായിരുന്നു എന്റെ കുട്ടികൾക്ക് ഈശ്വര. കോയമ്പത്തൂർ പോയിരിക്കായിരുന്നു ഇന്നലെ. ഞാൻ വന്നപ്പോ അടുത്തമ്മ പറഞ്ഞിട്ട് അറിഞ്ഞത്. മുറിവ് അധികം ഉണ്ടോ? സാരില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടോ ഉപദ്രവം? ഇടയ്ക്കിടയ്ക്ക്. അച്ഛൻ മരിച്ചേ പിന്നെയാ. ഞങ്ങളവിടെ ഇറങ്ങണ വരെ ഉണ്ടാവും. വക്കീൽ എന്താ പറഞ്ഞത്? കേസ് കഴിയാനിടത്തോളം നീട്ടിക്കൊണ്ട് പോവാം. പക്ഷെ അതുകൊണ്ടും കാര്യം ഉണ്ടാവില്ല. അവകാശമില്ലല്ലോ ഞങ്ങൾക്ക്. ഞങ്ങള് വെപ്പാട്ടിയുടെ മക്കളല്ലേ. എനിക്ക് എങ്ങനെയാ തന്നെ സഹായിക്കാൻ പറ്റാ? സഹായിക്കാൻ ഉത്തരവാദപ്പെട്ടവരെന്നെ ചെയ്യണില്ല. ഉത്തരവാദിത്തപ്പെട്ടവരില്ലെങ്കിൽ വേണ്ട. ഞങ്ങളൊക്കില്ലേ? ഞാനുണ്ട്, ഏട്ടനുണ്ട്, ഏടത്തേമ്മയുണ്ട്. ഒരാശ്വാസത്തിന് ചിന്തമോളും കൂടി ഉണ്ട്. ഏയ് കരയാ? പെൺകുട്ടികളെ കരയണ കാണാൻ ഒരു ഭംഗിയില്ല. ഗിഫ്റ്റ് എന്ന വാച്ച് അടുത്തേമ്മയുടെ അടുത്ത് എത്തിയിട്ടില്ലാട്ടോ. ചിന്തുമോളെ, ഏയ് എന്താ ഇത്? ചേച്ചി അവിടെ ഇതിൽ കൂടി നോക്കി അടുത്ത് കാണാം. ഓഹോ, എവിടെയൊന്ന് നോക്കട്ടെ.
ചെറിയച്ഛനെ കാണിച്ചു തന്നത്. മോള് ഗലീലിയോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഒരു നീണ്ട കുഴൽ ഇങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് നക്ഷത്രങ്ങൾ നോക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലും ഉണ്ടൊരു ഗലീലിയോ. പക്ഷേ അങ്ങേര് നക്ഷത്രങ്ങളെ അല്ല നോക്കുക, അല്ലേ ഭാരതിയെ? ആ, നീ എന്താ ഊണ് കഴിക്കാത്തെ? ഞാൻ മോളെ ചരിത്രം പഠിപ്പിക്കല്ലേ? ഞാൻ ഈ കോയമ്പത്തൂർ വെച്ച് വാന നിരീക്ഷണ കോഴ്സ്, കറസ്പോണ്ടൻസ് കോഴ്സ് പ്രാക്ടിക്കൽ. നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത്. മൂന്നിൽ ഏത് നക്ഷത്ര? അങ്ങനെയൊന്നുമില്ല ഏട്ടാ, നമ്മളീ നല്ല ആൾക്കാരെ തമ്മിൽ സ്നേഹബന്ധം. നീ കിടന്നു വരില്ലൊന്നും വേണ്ട. ചില്ലറ പൈസ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാണ്. ഇത്തിരി രസവെച്ചോളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ഗോപിയെ. 2 ഏടത്തിമാര് നിൽക്കല്ലോ അവിടെ. എങ്ങനെയാ ഇപ്പൊ ഞങ്ങളൊരു ആലോചനയായിട്ട് അങ്ങോട്ട് ചെല്ലുക? അതിന് ആ കുട്ടിക്ക് ഇഷ്ടമാണെന്നറിയാതെ. അപ്പൊ അവൾക്ക് ഇഷ്ടല്ലേ? ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ ഒരു ശയന പ്രദർശനം നടന്നുണ്ട്. ഇഷ്ടവും. ആഹാ, ചിന്തുമോളോ? ഇങ്ങോട്ട് വാ. എന്താ? ഇങ്ങോട്ട് വന്നേ. നീ എന്നെ എന്താ വിളിച്ചേ? ചില്ലറ പൈസ കാന്താരി, ഇനി എങ്ങനെ വിളിക്കോ? ചെറിയച്ഛനാ പറഞ്ഞത് അഞ്ചു ചേച്ചിന് ചില്ലറ പൈസ വിളിക്കണമെന്ന്. നിന്റെ ചെറിയച്ഛനെ നല്ല അടി കിട്ടാത്ത കുറവുണ്ട്. ഇന്നലെ എന്തായിരുന്നു ഭാവം? ഞാൻ എത്ര വിളിച്ചു തിരിഞ്ഞു നോക്കിയിട്ടും കൂടെ ഇല്ല. ഇന്നലെയോ? ആന്നേ. എപ്പോ? സന്ധ്യക്ക്. ചെറിയച്ഛന് മുറിയിൽ ഇത്ര വലിയ കുഴലില്ലേ, അതിൽ കൂടി നോക്കിയാ വിളിച്ചത്. ചെറിയച്ഛനുണ്ടോ അവിടെ? ഇല്ല, കടയിലാ. വാ, നമുക്ക് പോയി നോക്കാം. ചെറിയച്ചി, ശരി. അപ്പൊ ഇതാണ് സൂത്രമല്ലേ? മനക്കണ്ണ്, ദിവ്യദൃഷ്ടി. നിന്റെ ചെറിയച്ഛൻ എപ്പോഴും ഇതിൽ കൂടെ നോക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. ചെറിയച്ഛൻ ആരെയാ നോക്കുക? ചില്ലറ പൈസ. എന്നിട്ട് അമ്മ ചോദിച്ചപ്പോ പറയാ ആകാശത്തെ സൂര്യനെ നോക്കാന്ന്. ഡോളയാ അഞ്ചേച്ചിന് തന്നെ നോക്കണത്. കള്ളൻ. പാടി പിടിച്ചു നിന്നെ. വാ 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 വാ, വരൂ വരൂ. ജോലി കഴിഞ്ഞ് ഇതിലാണോ വരുന്നത്? എനിക്ക് പോണം. പോകാൻ വരട്ടെ. ആരോട് ചോദിച്ചിട്ടാ എന്റെ റൂമിൽ കയറിയത്? എത്ര നാളാ ഇത് തുടങ്ങിയിട്ട്? ഏത് ലെൻസ് വെച്ച് പെൺകുട്ടികളെ നോക്കല്? പെൺകുട്ടികളെ? ഞാനോ? അയ്യേ, ഞാനാ ടൈപ്പൊന്നുമില്ല. ഞാൻ ഈ വാന നിരീക്ഷണം നോക്കി. പെൺകുട്ടികളല്ല, ഒരു പെൺകുട്ടിയെ എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത്. അയ്യടാ, എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത്. അയ്യാ, എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത്.
എനിക്കിഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പോട്ടെ. പോയിക്കോളൂ, എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ. ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്? ഓ, ഇതൊക്കെ ആരെങ്കിലും പറയണോ? വേണമല്ലോ, ഞാൻ പറയണമല്ലോ. പറയ ഒരു പ്രാവശ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ. പറയട്ടെ. ആ, എനിക്ക് 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 ആ ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലൊരു ഇഷ്ടമില്ലേ? ഉണ്ടല്ലോ. ഇഷ്ടം ഇഷ്ടമാണെന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ, ഇഷ്ടം ഇഷ്ടമല്ല എന്ന് പറയുന്നത് ലേറ്റസ്റ്റ്.